ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് പോകുന്നത് എവിടെയറിയോ? മൈസൂരിലേക്ക്. രാവിലെ 7 മണിക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൻ്റെ ചങ്ങായി ഓടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ ഇറങ്ങിയിട്ടുണ്ട്. അവരിങ്ങനെ പ്ലാൻ ആക്കായിരുന്നു ഏത് വഴി പോയെങ്കിലും വേഗത്തിൽ. അങ്ങനെ സുള്ളിയ വഴി പോകുന്നതാണ്. ഇതിപ്പോൾ കഴിച്ചൊരു വ്യൂ പോയിൻ്റ് കഴിഞ്ഞപ്പാടെ എയർ പിന്ന് കിട്ടുന്നുണ്ട്. അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫോറസ്റ്റ് കയറാനായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഈ കടേൻ്റെ പേര് ജംഗിൾ ജംഗ്ഷൻ എന്നാണ് കേട്ടോ. ഞാൻ വെള്ളയപ്പം ഗ്രീൻ പീസ് കറിയും പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. ഞാൻ വെള്ളം കുടിക്കാറില്ല. മാക്സിമം ഞാൻ ഒന്നും കഴിക്കാതെയാണ് ഈ ലോങ് ട്രിപ്പൊക്കെ പോക്ക്. പക്ഷേ ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. മാത്രമാണ് ഫുഡ് കഴിച്ചത്. അതൊരു പിന്നെ പറയാം ഞാൻ എന്താണെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഫോറസ്റ്റ് കയറിയിട്ടുണ്ട്. ചുള്ളി വഴിയായതുകൊണ്ട് ഫോറസ്റ്റ് അങ്ങനെ കയറാനില്ല. അങ്ങനെ മെല്ലെ കാറ് പോവാണ്. ഞാൻ വല്ലാത്തൊരവസ്ഥയാണ്. മാത്രം അതിങ്ങനെ സ്ലോലി വിടുന്നത്. ഞങ്ങൾ സുള്ളിയ കഴിഞ്ഞിട്ടുണ്ട്. മ്യൂസിക് കേൾക്കുമ്പോൾ വൊമിറ്റിങ് ചെയ്യുന്ന ആ ഒരു ഫീല് മാറിക്കിട്ടും. അവിടെ മ്യൂസിക്കിനെ അധികം വെക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ബ്ലൂടൂത്തിലേക്ക് കേൾക്കും, അല്ലെങ്കിൽ അത് കാറിൽ വെക്കും. ഞങ്ങൾ മടിക്കേരി എത്താനായിട്ടുണ്ട്. അപ്പോൾ എത്തുന്ന മുന്നേ ഒരു പ്ലേസ് ആയിരുന്നു ഇത്. നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളും ആ ഒരു കടകളിലും കണ്ടപ്പോൾ അവിടെ സ്റ്റോപ്പാക്കി. അങ്ങനെ അടുത്ത വ്യൂവും കാര്യങ്ങളും നല്ല ആംബിയൻസ് ആയിരുന്നു. ഇതിലെയാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം പോകുന്നത് കേട്ടോ. അങ്ങനെ ആ കടകളിലൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ കുടിച്ചില്ല, എനിക്കറിയില്ല ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ട് നിൽക്കുന്നുണ്ടായിന്. പിന്നെ നോക്കി എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്നും പറ്റില്ല. എന്നാലും നോക്കി നെല്ലിക്ക നോക്കി. നെല്ലിക്ക പാകുണ്ടായിട്ട, നെല്ലിക്ക ആടണ്ട വെച്ചു. പിന്നെ മാങ്ങ നോക്കി, മാങ്ങ ഉണ്ടായിട്ടില്ല. പിന്നെ കണ്ടിട്ടൊരു കടല മുട്ടായി, അതും വാങ്ങിയിട്ട് മറന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവർ ചായ എല്ലാം കുടിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ മുൻസീറ്റിൽ ഇരുന്നിട്ടുണ്ട്. ഓൺ ഡ്രൈവ് ആക്കുന്നതാണ്. അങ്ങനെ രണ്ടാളും മാറി മാറി ഡ്രൈവ് ആക്കുമ്പോൾ വേഗം എത്തുമല്ലോ, ക്ഷീണം അറിയില്ലല്ലോ. അങ്ങനെ ഓൺ ഡ്രൈവ് ആക്കുമ്പോൾ ഞാൻ മുമ്പിൽ കയറിയിരുന്നു. ഞങ്ങൾ എവിടെയോ എത്തിയിട്ടുണ്ടാക്കുക. പ്ലേസിൻ്റെ നെയിം അറിയില്ല കേട്ടോ. ഭയങ്കര വായിൽ കിട്ടാത്ത പേരായിരുന്നു. സുണ്ടിക്കൊപ്പ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ടയേർഡായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചക്ക ഉണ്ടായിരുന്നു. ചക്കയും കഴിച്ചു, കരിമ്പും ജ്യൂസും കഴിച്ചു. നല്ല ഗ്രാമീണ പ്രദേശം പോലെയായിരുന്നു. കാളവണ്ടിയെല്ലാം കണ്ടില്ലേ, നല്ലൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ഫ്ലവറിൻ്റെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്നൊന്ന് ഫ്ലവർ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതെന്നൊന്ന് ഭയങ്കര ഫ്ലവറിൻ്റെ തോട്ടം കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറേ മല്ലികപ്പൂവിൻ്റെയും എന്തൊക്കെയോ ആയിട്ട്. അങ്ങനെ ഉച്ച ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വെജ് ഹോട്ടലിൽ കയറിയിട്ടുണ്ട്, കൃഷ്ണ കഫേയിലേക്ക്. നമുക്കിപ്പോൾ ഒരു വെജേ പറ്റുന്നുള്ളൂ. ഇവിടുത്തെ ഫുഡാണെങ്കിൽ വേറെ തന്നെ ആയിരുന്നു കേട്ടോ. അത് താലിന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു ഇതിൽ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ താലിയെല്ലാം കേൾക്കുന്നത്. റൈസെല്ലാം വേറെ തന്നെ ആയിരുന്നു. ഞാൻ അത് കറികളൊന്നും കൂട്ടിയിട്ട് ഞാൻ ഒരു തൈരും ചോറും കൂട്ടി കുറച്ച് ചോറ് വെച്ചിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഫുഡെല്ലാം കണ്ടാൽ മനസ്സിലായി നമ്മൾ എവിടെയോ. പ്ലേസ് നെയിം അറിയുന്നില്ല, ഭയങ്കര ടഫാണ് നെയിമൊക്കെ. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടായി ഇടത്തിന്ന് വെച്ചിട്ട്. എനിക്ക് വായിൽ കിട്ടുന്നില്ല, എത്ര വിചാരിച്ചാലും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. അങ്ങനത്തെ നെയിംസ് ആയിരുന്നു അവിടുത്തെ. ഫൈനലി മൈസൂർ എത്തിയിട്ടുണ്ട്. മൈസൂർ ടൗണാണിത്. ഭയങ്കര ബിസി റോഡാണ്. അങ്ങനെ നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് നോക്കുകയാണ്. ഫസ്റ്റ് ഒരു റിസോർട്ട് നോക്കിയിട്ടുണ്ടായിന്, അത് ഇഷ്ടമായിട്ടില്ല. അങ്ങനെ മറന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ വേറൊരു പ്ലേസ് നോക്കിയിട്ടുണ്ടായിരുന്നു, സമുദ്ര മൈസൂർ. ഇവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല നീറ്റുള്ള റൂമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്ലേസാണ്, നല്ല നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ, വ്യൂവും കാര്യങ്ങളൊക്കെ.
സോ ഞങ്ങൾ റൂമിലെത്തിയിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്ത ശേഷം ഫ്രഷ് ആയിട്ട് മൈസൂർ പാലസിലേക്ക് പോയി. ഇപ്പോൾ 5:30ക്കാണ് അത് ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതാ കാണുന്നത് മൈസൂർ പാലസ്. അപ്പോൾ അതിലേ പോകുമ്പോൾ അതിന് ജസ്റ്റ് വ്യൂ കാണുന്നുണ്ട്. ആ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷൂവും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേസ് ഉണ്ട്, അവിടെ ടിക്കറ്റ് കൊടുക്കണം. അങ്ങനെ നമ്മളെല്ലാവരും ഷൂ എല്ലാം അവിടെ വെച്ചിട്ട് പാലസിൻ്റെ ഉള്ളിൽ കയറണം. സംഭവം ഇത് നാട്ടുമുറ്റം പറയുന്നില്ലേ? അതെന്തേ വെള്ളിക്കണ്ണാക്കി
ഹായ് അല്ല ഇങ്ങനെ എന്നാ ശരിയാവോ എണീക്ക് ഇതാട്ടി കുറിച്ച് സോ ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിൽ ഫുള്ള് കറങ്ങി കണ്ടിട്ട് പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷൂ എടുക്കാനുണ്ട്. എൻ്റെ ഷൂ എല്ലാം എടുത്തിട്ട് പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറേ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ ഈ പാലസിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്തെന്നൊക്കെ ഡീറ്റെയിൽ എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഈവനിങ് വേഗം കഴിയുന്നതുകൊണ്ട് നൈറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നല്ല ടയർഡായിട്ടുണ്ടായിന്. റൂമിൽ റെസ്റ്റ് ആക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ, വേഗം കഴിഞ്ഞതല്ലേ. അണക്കിടെ എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ മാങ്ങയും കക്കിരിയും എല്ലാം കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ ലഡ്ഡു പൊട്ടി. അങ്ങനെ അതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇതിന് ടിക്കറ്റ് എടുക്കാനുണ്ട്. എനിക്കാണെങ്കിൽ ആ മാങ്ങയും തിന്നിട്ട് എവിടെയെങ്കിൽ ഇരുന്നാൽ മതി. നടക്കാൻ ഭയങ്കര വിനയാണ്. നമ്മൾ ഭയങ്കര ടയേർഡാണ്, അതാണ്. പിന്നെ ഇതൊരു ഡാമായിരുന്നു കേട്ടോ. അങ്ങനെ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത്. വലിയൊരു പാലമാണ്. ഈ പാലം കടന്നിട്ടാണ് അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് അവിടെ ഫുള്ളും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ പാലം പകുതി ആകുമ്പോഴേക്ക് ഫുള്ളും ടയേർഡായി. എനിക്ക് പിന്നെ ഒരു അടി മുന്നോട്ട് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നും കാണാനും പിടിക്കാനൊന്നും പറ്റിയിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായി എല്ലാം കഴിഞ്ഞിട്ട്. പിന്നെ ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക് പോവുകയാണ്. സോ മോർണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഒരു വ്യൂ ആയിരുന്നു കണ്ടത്. അന്ന് ഓഗസ്റ്റ് 15 ആയിരുന്നു കേട്ടോ. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് റൂം ചെക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി ലഗേജൊക്കെ പുറത്തിറക്കി കാറിൽ കയറി. ഇനി പിന്നെ ഒരു ചർച്ചിലേക്കാണ് പോകുന്നത്. അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഫിലോമിന അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പള്ളീൻ്റെ പേര്. ഏത് പേര്? സെന്റ് ഫിലോമിന ചർച്ച്. ആ ബിൽഡിംഗ് ഉണ്ടോ? പ്ലസ് 1 പഠിക്കുമ്പോൾ വന്നിട്ട് അവിടെ സ്റ്റേ ആക്കിയത് രാത്രി. ഞാനും സാപ്പി സാരല്ല വന്നു പോയത്.
പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഉള്ളിലത്തെ ആ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അന്ന് സൂവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, മൈസൂർ സൂവിലേക്ക്. എന്തെങ്കിലും കയറിയിട്ടിന് അതന്നെ തൂങ്ങിച്ചാട്ടിന് അടുത്തോട്ട് പ്രശ്നം അടിച്ചിട്ട് എടുക്കുന്നത്. ഇതെന്തിയേ? ചിമ്പാൻസി. സോ ഞങ്ങൾ ആനിമൽസെല്ലാം കണ്ട് മറന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഐസ്ക്രീമൊക്കെ മിസ്സാക്കാൻ പറ്റില്ല, ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ ആ നൊസ്റ്റു ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ്. ആൻഡ് മൈസൂർ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഇനി ഊട്ടി വ്ളോഗായിട്ട് വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ, സി യു.